ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു റാഗി സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റാഗി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം 1 കപ്പ് അളവെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാവേ. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെന്ത കടല ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമ്മൾക്ക് കുതിരാൻ വെച്ച ബദാം പരിപ്പ് വേണമെങ്കിലും തോല് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു 5-6 പീസ് ബീട്രൂട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ വളരെ ഗുണകരമാണല്ലോ നമ്മുടെ ഹെൽത്തിന്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരല്പം പാലും കൂടെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഓപ്ഷനിലാണ് കേട്ടോ. ഒരു അല്പം കൂടെ ടേസ്റ്റും കിട്ടും, കുറച്ച് ഗുണവുമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പച്ചച്ചവ ഇഷ്ടമല്ലാതെ അവർക്ക് ചെറിയ ഒരു ടേസ്റ്റ് കാണും, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 ഏലയ്ക്ക തോല് കളഞ്ഞിട്ട് കുരു നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം. ഇപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ കണ്ടോ, ആ ബീട്രൂട്ടിൻ്റെ കളറിലൊക്കെ നല്ല കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നുന്ന നല്ല ഒരു സ്മൂത്തിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു സിമ്പിൾ ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചിയാ സീഡാണ്. ചിയാ സീഡ് നമ്മളൊരു ചെറിയ സ്പൂൺ എടുത്ത് വെച്ചിട്ട് ഈ ഒരു ടീസ്പൂണിന് 1 സ്പൂൺ എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഇതിൻ്റെക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിയാ സീഡ് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഷുഗർ ചേർത്തിട്ടില്ല, അങ്ങനെ വേറെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഈ റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ നമുക്ക് നല്ലതായിട്ട് വിശപ്പടങ്ങാനും അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിയാ സീഡൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ ഗുണകരമായിട്ടുള്ള നമ്മളെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ, മുഖ്യമായിട്ട് നമുക്ക് മലബന്ധം കൺട്രോൾ ചെയ്യാനും, മലബന്ധം ഉണ്ടാവത്തില്ല കേട്ടോ, മലബന്ധം ഉണ്ടാവാതിരിക്കാനും, വയറ് ക്ലീൻ ആകാനൊക്കെ ചിയാ സീഡ് അത്യുത്തമമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുവാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.